ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം. അത് പറയുന്നതിന് മുമ്പുണ്ടല്ല, നിങ്ങളിപ്പോൾ ഈ കാണുന്നതില്ലേ നമ്മളെ വീട്ടിലൊരു ചെറിമരമാണ്. അതിലൊന്ന് കുറച്ച് ഇപ്രാവശ്യം ചെറിയ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഇതാ കണ്ട, നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ, പഴുത്തതും പഴുക്കാത്തതായ കുറേ ചെറിയുണ്ട്. അതേപോലെ കുറേ മുട്ടും ഉണ്ട്, മുട്ട് വിരിഞ്ഞിട്ട് പൂവെല്ലാം കണ്ട കുറേ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, പാടുണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഇതാ ഈ കാണുന്നതാണ് മൊത്തം നിലത്ത് വീണിട്ടാന്നുള്ളത്. അതിൻ്റെ ഇടക്കെല്ലാം ഉണ്ട്, വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ഇതാ പഴുത്തതാണെങ്കിൽ ഇതാ ഇങ്ങനെ എന്തോ തിന്നിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ട, ഇതിൽ ഉറുമ്പ് കണ്ട. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയമാണ് ഇത് ഉറുമ്പ് തിന്നൊന്നും എനിക്കറിയുന്നത്. മുമ്പൊന്നും ഞാൻ ഉറുമ്പ് തിന്നിട്ട് കണ്ടിട്ടില്ല. മധുരം ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഉറുമ്പ് വരുന്നുണ്ടാവുക, എനിക്ക് ശരിക്കും അറിയില്ല. പച്ചിപ്പം വീണിട്ടും പിന്നെ പുഴുക്കുത്തൊക്കെ ഉണ്ട് കേട്ടാ. ഈ മറ്റേ പച്ചത്തുള്ളൻ പിന്നെ അതുപോലെ ചെറിയ പ്രാണികളെല്ലാം വന്നിട്ട് മൊത്തം തിന്നുന്ന്. പഴുത്തതാണെങ്കിൽ പക്ഷികളും വന്ന് തിന്നുന്നുണ്ട്. അപ്പം നമുക്കിതൊന്നും കിട്ടുന്നില്ല. അപ്പം ഇത് പറിച്ചിട്ട് ഉപ്പിലിടുന്നതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. പച്ചയാണ് നമ്മൾ ഉപ്പിലിടുന്നത്, പഴുത്തത് നമ്മൾ പറിക്കുന്നുണ്ട്. ഇതാ ഉറുമ്പ് കയറിയിട്ടുണ്ടാ. അപ്പം പഴുത്തത് നമുക്ക് കിട്ടുന്നില്ല. അപ്പം പച്ചയും പഴുത്തതും എല്ലാം അങ്ങ് പറിക്കാൻ നമ്മൾ വെച്ച്. അപ്പം എല്ലാം നമ്മളിപ്പം പറിച്ചെടുക്കുമെന്ന്. ഇതാ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടോ, മൊത്തം ഉറുമ്പാന്ന്. ഇപ്പൊ നമ്മളടുക്ക് ഇല്ല ചെറിയതാന്ന് വെച്ചാൽ വെസ്റ്റ് ഇന്ത്യൻ ആപ്പിൾ ചെറിയാണ് കേട്ടാ. ആപ്പിൾ ചെറിയ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ആപ്പിളിന്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ചിലപ്പോൾ ആപ്പിൾ ചെറി എന്ന് പറയുന്നുണ്ടാവും അല്ലെ. പിന്നെ ഇത് പഴുത്താലില്ല, നല്ലല്ല ഒരു പുളി മധുരാണ്. പച്ചയാണെങ്കിൽ നല്ല പുളിയാണ് കേട്ടാ. അപ്പം പുളിയായോണ്ടാണ് പിന്നെ നമ്മളൊന്നാമത് ഉപ്പിലിടാന്ന് വിചാരിച്ചതിന്. പറിക്കുമ്പോൾ മൊത്തം നിലത്ത് വീണു പോകുന്നുണ്ട്. പഴുത്തു കഴിഞ്ഞാൽ നല്ല റെഡ് കളറായിരിക്കും, പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല, മൊത്തം പക്ഷികളാവും നിന്ന്. അതുകൊണ്ട് പഴുത്തത് ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലത് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനുണ്ടല്ല വിറ്റാമിൻ സി, രോഗപ്രതിരോധ ശേഷിക്കും സ്കിൻ ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടാ. പിന്നെ ഇതിൽ ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളെ ബോഡി സെൽസ് അത് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഉപ്പിലിടുക മാത്രമല്ല, ജ്യൂസ്, സ്ക്വാഷ്, ജാമൊക്കെ ആക്കുകയും ചെയ്യും. അത് പഴുത്തത് വെച്ചിട്ടാണ് ആക്കുന്നത്. നമുക്ക് പഴുത്തിട്ട് കിട്ടുന്നില്ലല്ലോ, അപ്പൊ നമ്മള് പച്ച വറച്ചിട്ട് ഉപ്പിലിടാന്ന് വെച്ചു. എന്താ കുറേ ഉണ്ട്, ഇതിന്റെ ഇടക്കെല്ലാം ഉണ്ട്. ഒരു 3-4 വർഷം പഴക്കുല ഒരു ചെറിയാണ്. നമ്മള് പ്രൂണിങ് ചെയ്യുന്നോണ്ടാണ് ഇതില് നല്ലോണം കായ് ഉണ്ടാവുന്നത് കേട്ടാ. എന്താ ഇപ്പൊ നമ്മള് മൊത്തം പറിച്ചിട്ടുണ്ട്. ആ ഒരു ബൗളിൽ കൊള്ളാനുള്ളത് മാത്രമേ ഞാൻ പറിച്ചിട്ടുള്ളൂ കേട്ടാ. ബാക്കി പറിച്ചിട്ടില്ല, ബാക്കി അടുത്തന്നെ ഉണ്ട്. നമുക്കിപ്പോ ഇത്ര മതി. ബാക്കിയുള്ളത് പക്ഷികളോ പ്രാണികളോ എന്തെങ്കിലും തിന്നിട്ടെന്ന് വെച്ചു. ഇപ്പം പിന്നെ ഇതിൽ പകുതിയല്ല കുറച്ചെന്തായാലും പുഴുക്കുത്തൽ ഉള്ളതുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറിക്കുന്നതിൻ്റെ അടുക്ക് പിന്നെ നോക്കിയിട്ടൊന്നുമില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഇതിനി കഴുകി ഇതാക്കുമ്പം നമുക്കത് കളയാം. പിന്നെ ഇപ്പം വീഡിയോക്കുള്ള സപ്പോർട്ട് കുറവാണ് കേട്ടോ. നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നമുക്കിതൊന്ന് കഴുകിയിട്ട് വരതാ. കണ്ട ഉറുമ്പ് കണ്ട, നല്ല ഉറുമ്പിന്റെ ശല്യം ഉണ്ട് കേട്ടോ ഇതില് ചെറിയില്. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോ അങ്ങനെ ഉറുമ്പിന്റെ ഒരു ഇതോ ഒന്നും നമ്മൾ കാണുന്നൊന്നുമില്ല. പക്ഷെ എന്നാന്നറിയില്ല, ഇതാ മൊത്തം ഉറുമ്പാന്ന് കേട്ടാ. നിങ്ങക്ക് ഉറുമ്പ് വരാണ്ടിരിക്കാനോ എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കട്ടാ. ഇത് കണ്ട നല്ല വലിപ്പുണ്ട്, നല്ല ഉണ്ടാവുന്നത് നല്ല വലിപ്പെല്ലാം ഉണ്ട്. പക്ഷെ എന്നാന്ന് ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ, അതന്നെ പ്രശ്നം. കണ്ട ഇതൊന്നല്ല, ഇതിന്റെ കളർ ശരിക്കും നല്ല റെഡ് കളറാണ്, നല്ല ഡാർക്ക് റെഡാണ് ഉണ്ടാവുക പഴുത്തു കഴിഞ്ഞാല്. നല്ല ടേസ്റ്റാണ്, നമുക്ക് വെറുതെ ഇങ്ങനെ തിന്നാലേ ഉപ്പിട്ടിട്ട് തിന്നാ, അങ്ങനെയൊക്കെ തിന്നുവാക്കുമല്ലോ ചെയ്യാം. ഇതാ കണ്ട, ഇതാ നമ്മളിപ്പം പറിച്ചത്. പഴുത്തതും ഉണ്ട് പഴുക്കാത്തതും ഉണ്ട്. ഇനിയിൽ നിന്ന് പഴുത്തതും വേറെ തന്നെ എടുത്തു വെക്കണം. അതിനുശേഷം വേണം മറ്റേ പച്ചയിൽ നിന്ന് പുഴുക്കുത്തുള്ളത് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മളിപ്പോ ഇതാ കഴുകിയിട്ടല്ല വേർതിരിക്കുക ഇതിന്. ആദ്യം വെള്ളത്തിലിട്ടിട്ടത് വേർതിരിച്ചെടുക്കുക ഇതിന്. പുഴുക്കുത്തുള്ളത് വേറെയും മറ്റേത് വേറെയും പഴുത്തത് വേറെയും അങ്ങനെ ആക്കിയിട്ടും നമ്മൾ തരംതിരിച്ചിട്ടിട്ടുണ്ട്. ഇതാ കണ്ട വീഡിയോയിൽ തന്നെ പുഴുക്കുത്ത് വന്നിട്ട് അതിന്റെ ഷേപ്പ് തന്നെ മാറിയതുപോലെയുണ്ട്. കണ്ട ഇതിങ്ങനെ പുഴുക്കുത്ത് വന്നതാണ്. അപ്പൊ എന്ന് വെച്ചാല് ഇതിന് 1-2 വെള്ളത്തിൽ കൂടി കഴുകി എടുക്കണം. ഇനി അതിന്റെ ഇടക്കും കൂടി അല്ല, ഇപ്പൊ നമ്മൾ ബൗളിൽ മാറ്റി വെച്ചതിലും കൂടി ഉണ്ടോ നോക്കണം. ഇതിലും കൂടി ഇനി ഉണ്ടോ നോക്കണം. അതുകൊണ്ട് 2-3 വെള്ളത്തിലും കൂടി നമ്മൾ കഴുകുന്നുണ്ട്.
ഇപ്പൊ നമ്മളത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. വീട്ടിൽ കുറച്ച് ഉപ്പിലിട്ട കാന്താരി ഇല്ലോണ്ട് അതാണ് ഞാൻ ഇതിന്റെ ഒപ്പം ഇട്ടിട്ടുണ്ടാവും. അതാകുമ്പോ കുറച്ച് നല്ല എരിവുണ്ടാവുമല്ല. ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഉപ്പും ചെറിയ ചൂടുവെള്ളവും ഉപ്പിലിട്ട കാന്താരിയും ഇട്ടിട്ടാണ് നമ്മളിപ്പോ ചെറി ഉപ്പിലിട്ടിട്ടുള്ളത് കേട്ടാ. ഇതിനു മുന്നേ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപ്പിലിട്ട് വെച്ചാണ് ഈ കാണുന്ന ചെറി. നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. അതായത് നമ്മളെ നെല്ലിക്കയില്ലേ, അതന്നെയാ, അതിന്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, നെല്ലിക്ക തിന്നുന്ന പോലെ തന്നെ. പിന്നെ കാന്താരി മുളക് ഇട്ടുകൊണ്ട് അതിന്റെ ഒരു എരിവും നല്ല ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഉപ്പിലിട്ട് നോക്കൂ കേട്ടാ. അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.